നിങ്ങളുടെ പേരിലുള്ള ഒരു മൊബൈൽ നമ്പർ ഉണ്ടെന്ന് കരുതുക. ആ നമ്പർ നിങ്ങളുടെ ഫോണിൽ വർഷങ്ങളായി ഉപയോഗിക്കുന്നതാണ്. നിങ്ങളുടെ വാട്സാപ്പ്, ബാങ്കിംഗ്, ജിമെയിൽ, സോഷ്യൽ മീഡിയ എല്ലാം ആ നമ്പറിനായി കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഒരു ചോദ്യം. ആ നമ്പറിന്റെ ഒറിജിനൽ ഓണർ നേരിട്ട് പ്രസന്റ് അല്ലെങ്കിൽ ആ നമ്പർ മറ്റൊരു സിമ്മിലേക്ക് പോർട്ട് ചെയ്യാൻ കഴിയുമോ? അതായത്, നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഫോൺ ഇല്ലെങ്കിലും, നിങ്ങൾ പേഴ്സണലി കസ്റ്റമർ സർവീസ് സെന്ററിൽ എത്താതിരുന്നാലും, മറ്റൊരാൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ മറ്റൊരു സിമ്മിലേക്ക് മാറ്റാൻ സാധിക്കുമോ? ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ പ്രധാന ക്വസ്റ്റ്യൻ. പക്ഷേ ഇതിനു മുമ്പ് നമുക്ക് ആദ്യം മനസ്സിലാക്കാം, സിം പോർട്ടിംഗ് എന്ന് യഥാർത്ഥത്തിൽ എന്താണ്. നിങ്ങളിപ്പോൾ ഒരു മൊബൈൽ നെറ്റ്വർക്ക് പ്രൊവൈഡർ ഉപയോഗിക്കുന്നുണ്ടെന്ന് കരുതുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒരു പ്രൊവൈഡറിന്റെ നെറ്റ്വർക്കിലാണ്. പക്ഷെ നിങ്ങൾക്ക് മറ്റൊരു പ്രൊവൈഡറിലേക്ക് മാറണം. സാധാരണയായി ആളുകൾ നെറ്റ്വർക്ക് മാറ്റുമ്പോൾ പുതിയ നമ്പർ എടുക്കേണ്ടി വരും എന്ന് കരുതും. പക്ഷേ പല രാജ്യങ്ങളിലും നിങ്ങളുടെ പഴയ മൊബൈൽ നമ്പർ തന്നെ നിലനിർത്തിക്കൊണ്ട് ഒരു നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊരു നെറ്റ്വർക്കിലേക്ക് മാറാൻ കഴിയും. ഇതിനെയാണ് മൊബൈൽ നമ്പർ പോർട്ടിംഗ് അല്ലെങ്കിൽ നമ്പർ പോർട്ടബിലിറ്റി എന്ന് പറയുന്നത്. അതാണ്, നിങ്ങളുടെ നമ്പർ മാറുന്നില്ല, പക്ഷേ ആ നമ്പർ നൽകുന്ന മൊബൈൽ നെറ്റ്വർക്ക് മാറുന്നു. നിങ്ങളുടെ ഫോൺ നമ്പർ ഇത്രയും പ്രധാനപ്പെട്ടത് എന്തുകൊണ്ട്? നമ്മൾ ഓരോ ദിവസവും ഉപയോഗിക്കുന്ന ഒരു ചെറിയ നമ്പറുണ്ട്, നമ്മുടെ ഫോൺ നമ്പർ. പലപ്പോഴും നമ്മൾ അതിനെ ഒരു സാധാരണ കോൺടാക്ട് നമ്പറായി മാത്രമാണ് കാണുന്നത്. ആരെങ്കിലും നമ്മളെ വിളിക്കണം, വാട്സാപ്പിൽ മെസ്സേജ് അയക്കണം, OTP വരണം, അതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു നമ്പർ. പക്ഷേ 2026 ഒരു ഫോൺ നമ്പർ അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മുടെ ഡിജിറ്റൽ ലൈഫിന്റെ വലിയൊരു ഭാഗം ഈ ഒരു നമ്പറുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് എടുക്കാം. പാസ്വേഡ് മറന്നാൽ എന്തു ചെയ്യും? റിക്കവറി ഓപ്ഷൻ ഉപയോഗിക്കും. അവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ടാകാം. സോഷ്യൽ മീഡിയ അക്കൗണ്ട് എടുക്കാം. സസ്പീഷ്യസ് ലോഗിൻ ഉണ്ടായാൽ അലേർട്ട് വരാം. ചില സർവീസസ് വെരിഫിക്കേഷൻ കോഡ് SMS ആയി അയക്കും. ബാങ്കിംഗ് സർവീസസിലും ചില സാഹചര്യങ്ങളിൽ SMS ബേസ്ഡ് ഓഥന്റിക്കേഷൻ ഉപയോഗിക്കാം. അതായത്, ഒരു ഫോൺ നമ്പർ നമ്മുടെ ഡിജിറ്റൽ ഐഡന്റിറ്റിയിലേക്കുള്ള ഒരു റിക്കവറി ചാനലായി മാറിയിരിക്കുകയാണ്. ഇവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. നമ്മുടെ ഫോൺ നമ്പർ മറ്റൊരാളുടെ കൺട്രോളിലെത്തിയാൽ ആ നമ്പറിനെ ആശ്രയിക്കുന്ന ചില സർവീസസും റിസ്കിലാം. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ചോദ്യം വരും. എന്റെ ഫോൺ എന്റെ കയ്യിൽ തന്നെ ഉണ്ടെങ്കിൽ പിന്നെ എന്റെ നമ്പർ എങ്ങനെ മറ്റൊരാളുടെ കയ്യിലെത്തും? അതിനുള്ള ഒരു പ്രധാന ത്രെട്ടാണ് സിം സ്വാപ്പ്. എന്നാൽ എന്താണ് സിം സ്വാപ്പ് എന്ന വാക്ക്? നിങ്ങൾ ഒരുപക്ഷെ പലതവണ കേട്ടിട്ടുണ്ടാകും. പക്ഷേ അത് യഥാർത്ഥത്തിൽ എന്താണ്? വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഒരു മൊബൈൽ നമ്പർ നിലവിൽ പ്രവർത്തിക്കുന്ന സിമ്മിൽ നിന്ന് മറ്റൊരു സിമ്മിലേക്ക് മാറ്റപ്പെടുന്ന സാഹചര്യം. നമ്മുടെ ഫോണിൽ ഇപ്പോൾ ഒരു സിം കാർഡ് ഉണ്ടെന്ന് കരുതുക. ആ സിമ്മിലാണ് നമ്മുടെ മൊബൈൽ നമ്പർ ആക്റ്റീവ് ആയിരിക്കുന്നത്. ഒരു ലെജിറ്റിമേറ്റ് സിറ്റുവേഷനിൽ നമ്മുടെ സിം നഷ്ടപ്പെട്ടാൽ, സിം ഡാമേജ് ആയാൽ, അല്ലെങ്കിൽ പുതിയ സിം വേണമെങ്കിൽ മൊബൈൽ പ്രൊവൈഡർ ഐഡന്റിറ്റി വെരിഫൈ ചെയ്ത ശേഷം റീപ്ലേസ്മെന്റ് സിം നൽകാം. ഇത് സാധാരണയും ലെജിറ്റിമേറ്റുമായ പ്രോസസ്സാണ്. പക്ഷേ ഈ പ്രോസസ്സിനെ ഫ്രോഡ്സ്റ്റർ ദുരുപയോഗം ചെയ്താൽ അവിടെയാണ് സിം സ്വാപ്പ് അറ്റാക്ക് ഉണ്ടാകുന്നത്. അറ്റാക്കർ സംഹൗ മൊബൈൽ പ്രൊവൈഡറിനെ കൺവിൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വെരിഫിക്കേഷൻ പ്രോസസ്സിലെ ഒരു വീക്ക്നെസ് ഉപയോഗിക്കുന്നു. അങ്ങനെ നമ്പർ മറ്റൊരു സിമ്മിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. ഇത് സംഭവിച്ചാൽ നമ്മുടെ പഴയ സിം സഡൻലി നെറ്റ്വർക്ക് നഷ്ടപ്പെടാം. കോൾ ചെയ്യാൻ കഴിയില്ല, SMS വരില്ല, മൊബൈൽ ഡാറ്റ പ്രവർത്തിക്കില്ല. അതേസമയം മറ്റൊരു സിമ്മിൽ അതേ നമ്പർ ആക്റ്റീവ് ആയിരിക്കാം. ഇതാണ് സിം സ്വാപ്പിന്റെ ബേസിക് കോൺസെപ്റ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. സിം കാർഡ് മോഷ്ടിക്കേണ്ട ആവശ്യമില്ല. കാരണം അറ്റാക്കിന്റെ ടാർഗറ്റ് പലപ്പോഴും ഫിസിക്കൽ സിം അല്ല, നമ്മുടെ മൊബൈൽ നമ്പർ തന്നെയാണ്. സിം സ്വാപ്പ് വേഴ്സസ് നമ്പർ പോർട്ടിംഗ്. ഇവിടെ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. സിം സ്വാപ്പ്, നമ്പർ പോർട്ടിംഗ്, ഇവ രണ്ടും സെയിം ആണോ? അല്ല, രണ്ടും വ്യത്യസ്ത പ്രോസസ്സാണ്. സിം സ്വാപ്പ് സാധാരണയായി ഒരു എക്സിസ്റ്റിംഗ് മൊബൈൽ നമ്പറിനെ റീപ്ലേസ്മെന്റ് സിമ്മിലേക്ക് മാറ്റുന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ സിം നഷ്ടപ്പെട്ടു. നിങ്ങൾ പ്രൊവൈഡറിനെ കോൺടാക്ട് ചെയ്യുന്നു. ഐഡന്റിറ്റി വെരിഫൈ ചെയ്ത ശേഷം ഒരു പുതിയ CIM നൽകുന്നു. പഴയ CIM ഡീആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. പുതിയ CIMൽ നിങ്ങളുടെ നമ്പർ പ്രവർത്തിക്കുന്നു. ഇതാണ് ലെജിറ്റിമേറ്റ് CIM റീപ്ലേസ്മെന്റ്.
പക്ഷേ നമ്പർ പോർട്ടിംഗ് കുറച്ച് വ്യത്യസ്തമാണ്. ഇവിടെ ഒരു മൊബൈൽ നമ്പർ ഒരു പ്രൊവൈഡറിൽ നിന്ന് മറ്റൊരു പ്രൊവൈഡറിലേക്ക് മാറ്റുകയാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ നമ്പർ പ്രൊവൈഡർ എയിലാണ്. നിങ്ങൾ പ്രൊവൈഡർ ബിയിലേക്ക് മാറാൻ തീരുമാനിക്കുന്നു. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് നമ്പർ നിലനിർത്തിക്കൊണ്ട് നെറ്റ്വർക്ക് പ്രൊവൈഡർ മാറാം. ഇതാണ് നമ്പർ പോർട്ടിംഗ്. പക്ഷേ ഫ്രോഡ് പെർസ്പെക്റ്റീവിൽ രണ്ടിലും ഒരു കോമൺ റിസ്ക് ഉണ്ട്. നമ്പർ കൺട്രോൾ മറ്റൊരാളുടെ കയ്യിലെത്തുന്നത്. അതിനാൽ സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസ് സിം റിലേറ്റഡ് ഫ്രോഡ് വളരെ സീരിയസ്ലി കാണുന്നു. ഒറിജിനൽ ഓണർ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇനി നമ്മൾ എത്തുന്നത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗത്താണ്. സപ്പോസ് ഒരു മൊബൈൽ നമ്പറിന്റെ ഒറിജിനൽ ഓണർ ഇപ്പോൾ അവിടെയില്ല. പക്ഷെ മറ്റൊരാൾ പ്രൊവൈഡറിനെ കോൺടാക്ട് ചെയ്യുന്നു. അയാൾ പറയുകയാണ്, എന്റെ ഫോൺ നഷ്ടപ്പെട്ടു, എന്റെ സിം പ്രവർത്തിക്കുന്നില്ല, എനിക്ക് റീപ്ലേസ്മെന്റ് സിം വേണം, അല്ലെങ്കിൽ എനിക്ക് നമ്പർ മറ്റൊരു നെറ്റ്വർക്കിലേക്ക് മാറ്റണം. ഇവിടെ ഒരു ലെജിറ്റിമേറ്റ് പ്രൊവൈഡർ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഐഡന്റിറ്റി വെരിഫിക്കേഷൻ. കാരണം ഒരു മൊബൈൽ നമ്പർ ആരുടേതാണ് എന്നത് വളരെ സെൻസിറ്റീവ് ഇൻഫർമേഷനാണ്. പ്രൊവൈഡർ കസ്റ്റമറിന്റെ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യണം, അക്കൗണ്ട് ഡീറ്റെയിൽസ് പരിശോധിക്കണം, റിക്വയർഡ് ഓത്തന്റിക്കേഷൻ പ്രോസസ് ഫോളോ ചെയ്യണം. അഡീഷണൽ സെക്യൂരിറ്റി ചെക്സ് ആവശ്യമായാൽ അവ നടത്തണം. എന്തുകൊണ്ടുകൊണ്ട്? കാരണം ഒരു വ്യക്തി ഒരു കൺവിൻസിംഗ് സ്റ്റോറി പറഞ്ഞതുകൊണ്ട് മാത്രം അവന് ഒരു മൊബൈൽ നമ്പർ കൈമാറാൻ പാടില്ല. ഇതാണ് സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ പ്രധാന ഡേഞ്ചർ. ഒരു ഫ്രോഡ്സ്റ്ററിന് ടെക്നിക്കൽ നോളജ് വളരെ കുറവായിരിക്കാം, പക്ഷേ അയാൾ വളരെ കോൺഫിഡന്റ് ആയി സംസാരിച്ചാൽ, എർജൻസി ക്രിയേറ്റ് ചെയ്താൽ, പേഴ്സണൽ ഇൻഫർമേഷൻ അറിയാമെങ്കിൽ, കസ്റ്റമർ സർവീസ് റെപ്രസെന്റേറ്റീവിനെ പ്രഷർ ചെയ്താൽ, ഇവിടെ ഹ്യൂമൻ ജഡ്ജ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു. അതുകൊണ്ടാണ് മോഡേൺ സൈബർ സെക്യൂരിറ്റിയിൽ ഒരു ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾ ഉള്ളത്: നെവർ ട്രസ്റ്റ് എ സ്റ്റോറി, വെരിഫൈ ദ ഐഡന്റിറ്റി. ഇനി നമ്മൾ ബയോമെട്രിക് ഓത്തന്റിക്കേഷനിലേക്ക് വരാം. ഫിംഗർ പ്രിന്റ്, ഫേസ് റെക്കഗ്നിഷൻ, വോയിസ് റെക്കഗ്നിഷൻ ഇവയെല്ലാം ഐഡന്റിറ്റി വെരിഫിക്കേഷനിൽ ഉപയോഗിക്കുന്ന ടെക്നോളജീസ് ആണ്. ഉദാഹരണത്തിന്, നമ്മുടെ ഫോൺ അൺലോക്ക് ചെയ്യാൻ ഫിംഗർ പ്രിന്റ് ഉപയോഗിക്കുന്നു, ഫേസ് ID ഉപയോഗിക്കുന്നു. ചില സർവീസസ് ഐഡന്റിറ്റി വെരിഫിക്കേഷൻ സമയത്ത് ബയോമെട്രിക് ചെക്സ് നടത്താം. ഇവയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണ്? ഒരു പാസ്വേഡ് പോലെ നമുക്ക് ഓർമ്മിക്കേണ്ടതില്ല. പക്ഷേ ബയോമെട്രിക് സെക്യൂരിറ്റിക്ക് ഒരു ഇമ്പോർട്ടന്റ് ലിമിറ്റേഷൻ ഉണ്ട്. ഒരു പാസ്വേഡ് കോംപ്രമൈസ് ആയാൽ നമുക്കത് മാറ്റാം, പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാം. പക്ഷേ നമ്മുടെ ഫിംഗർ പ്രിന്റ് മാറ്റാൻ കഴിയില്ല, നമ്മുടെ ഫേസ് മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് ബയോമെട്രിക് ഡേറ്റ വളരെ സെൻസിറ്റീവാണ്. മറ്റൊരു കാര്യം കൂടി, ബയോമെട്രിക് ഓത്തന്റിക്കേഷൻ ഉണ്ടെന്ന് മാത്രം കൊണ്ട് ഒരു സിസ്റ്റം ഓട്ടോമാറ്റിക്കലി 100% സെക്യൂർ ആകുന്നില്ല. ഒരു കംപ്ലീറ്റ് സെക്യൂരിറ്റി സിസ്റ്റമിൽ പല ലെയേഴ്സ് ഉണ്ടായിരിക്കണം. ഐഡന്റിറ്റി വെരിഫിക്കേഷൻ, ഡിവൈസ് വെരിഫിക്കേഷൻ, അക്കൗണ്ട് സെക്യൂരിറ്റി, ഫ്രോഡ് ഡിറ്റക്ഷൻ, ഹ്യൂമൻ റിവ്യൂ ഇവയെല്ലാം ചേർന്നാണ് സ്ട്രോങ് സെക്യൂരിറ്റി ഉണ്ടാകുന്നത്. ഒരു ദിവസം നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു, ഫോൺ നോക്കുന്നു, നെറ്റ്വർക്ക് ഇല്ല. ആദ്യം നിങ്ങൾ കരുതും, മേ ബി നെറ്റ്വർക്ക് പ്രോബ്ലം. ഫോൺ റീസ്റ്റാർട്ട് ചെയ്യും, എയർപ്ലെയിൻ മോഡ് ഓൺ ആൻഡ് ഓഫ് ചെയ്യും. പക്ഷേ നെറ്റ്വർക്ക് വരുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ കോൾ കിട്ടുന്നില്ല, SMS വരുന്നില്ല, മൊബൈൽ ഡാറ്റ പ്രവർത്തിക്കുന്നില്ല. ഇതൊരു സാധാരണ നെറ്റ്വർക്ക് ഔട്ടേജ് ആയിരിക്കാം. പക്ഷേ ഒരു സിം സ്വാപ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ മറ്റൊരു സിമ്മിൽ ആക്റ്റീവ് ആയിരിക്കാം. ഇവിടെ സമയം വളരെ പ്രധാനമാണ്. കാരണം നിങ്ങളുടെ നമ്പർ മറ്റൊരാളുടെ കൺട്രോളിലാണെങ്കിൽ അയാൾ ചില അക്കൗണ്ട് റിക്കവറി അറ്റംപ്റ്റ്സ് നടത്താൻ ശ്രമിച്ചേക്കാം. അതിനാൽ അൺഎക്സ്പെക്റ്റഡ് സിം ലോസ് ഒരു വാർണിംഗ് സൈനായി കാണണം. എസ്പെഷ്യലി നിങ്ങൾ ഒന്നും റിക്വസ്റ്റ് ചെയ്യാതിരുന്നിട്ടും നെറ്റ്വർക്ക് പൂർണ്ണമായി നഷ്ടപ്പെട്ടാൽ. അപ്പോൾ പ്രൊവൈഡറിനെ ഉടൻ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ നമ്പറിന്റെ സ്റ്റേറ്റസ് പരിശോധിക്കുക, നിങ്ങളുടെ ഇമ്പോർട്ടന്റ് അക്കൗണ്ട്സ് പരിശോധിക്കുക, ബാങ്ക് ട്രാൻസാക്ഷൻസ് പരിശോധിക്കുക, ഇമെയിൽ സെക്യൂരിറ്റി പരിശോധിക്കുക. കാരണം ഫാസ്റ്റ് റെസ്പോൺസ് ക്യാൻ റെഡ്യൂസ് ദ ഡാമേജ്. CAM സ്വാപ്പ് നടന്നതായി സംശയിച്ചാൽ എന്ത് ചെയ്യണം? ഇതാണ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കേണ്ട ഭാഗം. നിങ്ങളുടെ മൊബൈൽ സഡൻലി പ്രവർത്തിക്കുന്നില്ല. അതിന് നെറ്റ്വർക്ക് ഔട്ടേജ് എന്ന് ഓബ്വിയസ് റീസൺ ഇല്ല. സിം റിലേറ്റഡ് ഇഷ്യൂ ആണെന്ന് സംശയിക്കുന്നു. എന്ത് ചെയ്യണം? സ്റ്റെപ്പ് 1, മൊബൈൽ പ്രൊവൈഡറിനെ ഉടൻ കോൺടാക്ട് ചെയ്യുക. എന്റെ നമ്പറിന് അൺഅതറൈസ്ഡ് സിം ചേഞ്ച് അല്ലെങ്കിൽ
പോർട്ടിംഗ് ഉണ്ടായതായി ഞാൻ സംശയിക്കുന്നു എന്ന് വ്യക്തമാക്കുക. അക്കൗണ്ട് സെക്യൂർ ചെയ്യാൻ അവർ പറയുന്ന നടപടികൾ ഫോളോ ചെയ്യുക. സ്റ്റെപ്പ് 2. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്സ് പരിശോധിക്കുക. അൺനോൺ ട്രാൻസാക്ഷൻ ഉണ്ടോ? അൺഎക്സ്പെക്റ്റഡ് പേയ്മെന്റ് ഉണ്ടോ? സസ്പീഷ്യസ് ആക്ടിവിറ്റി ഉണ്ടോ? ഉണ്ടെങ്കിൽ ബാങ്കിനെ ഉടൻ കോൺടാക്ട് ചെയ്യുക. സ്റ്റെപ്പ് 3. നിങ്ങളുടെ പ്രൈമറി ഇമെയിൽ അക്കൗണ്ട് സെക്യൂർ ചെയ്യുക. പാസ്വേഡ് മാറ്റുക. റിക്കവറി ഡീറ്റെയിൽസ് പരിശോധിക്കുക. അൺനോൺ ഡിവൈസസ് അല്ലെങ്കിൽ സെഷൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. സ്റ്റെപ്പ് 4. പ്രധാനപ്പെട്ട ഓൺലൈൻ അക്കൗണ്ട്സ് പരിശോധിക്കുക. ഗൂഗിൾ, ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, സോഷ്യൽ മീഡിയ, ഷോപ്പിംഗ് അക്കൗണ്ട്സ്, ബാങ്കിംഗ് സർവീസസ്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ലോഗിൻ അല്ലെങ്കിൽ പാസ്വേഡ് റീസെറ്റ് അലേർട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. സ്റ്റെപ്പ് 5. സാധ്യമാകുന്നിടത്ത് SMS, OTP മാത്രം ആശ്രയിക്കുന്നതിനു പകരം ഓത്തന്റിക്കേറ്റർ ആപ്പ്, പാസ് കീസ്, സെക്യൂരിറ്റി കീസ് പോലുള്ള സ്ട്രോങ്ങർ ഓത്തന്റിക്കേഷൻ മെത്തേഡ്സ് ഉപയോഗിക്കുക. നിങ്ങളുടെ നമ്പർ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം? ഇനി ഏറ്റവും പ്രാക്ടിക്കലായ ഭാഗം. സിം സ്വാപ്പ് സംഭവിച്ച ശേഷം പ്രതികരിക്കുന്നതിനേക്കാൾ അതിനു മുമ്പ് പ്രൊട്ടക്ഷൻ ഒരുക്കുന്നതാണ് നല്ലത്. ആദ്യം നിങ്ങളുടെ മൊബൈൽ പ്രൊവൈഡർ അക്കൗണ്ടിന് അവൈലബിൾ ആണെങ്കിൽ സ്ട്രോങ് പിൻ അല്ലെങ്കിൽ പാസ്വേഡ് ഉപയോഗിക്കുക. സിമ്പിൾ പിൻ ഉപയോഗിക്കരുത്. നിങ്ങളുടെ ബർത്ത്ഡേ 1, 2, 3, 4, 0000 ഇതുപോലുള്ള പ്രഡിക്റ്റബിൾ കോമ്പിനേഷൻസ് ഒഴിവാക്കുക. രണ്ടാമത്, നിങ്ങളുടെ പ്രൊവൈഡർ പോർട്ട് ഔട്ട് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സിമിലർ സെക്യൂരിറ്റി ഫീച്ചർ നൽകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. എല്ലാ പ്രൊവൈഡേഴ്സിലും ഫീച്ചറിന്റെ പേര് ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് പ്രൊവൈഡർ നോട്ട് ചോദിക്കുക. മൂന്നാമത്, പേഴ്സണൽ ഇൻഫർമേഷൻ അൺനെസസറിയായി പബ്ലിക് ആക്കരുത്. നിങ്ങളുടെ ഫുൾ ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്, ഫോൺ നമ്പർ, സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസിന് ഉപയോഗിക്കുന്ന ഡീറ്റെയിൽസ് ഇവയെല്ലാം സോഷ്യൽ മീഡിയയിൽ ഓപ്പൺലി ഷെയർ ചെയ്യുന്നത് ഒഴിവാക്കുക. നാലാമത്, ഇമ്പോർട്ടന്റ് അക്കൗണ്ട്സിൽ SMS, OTP മാത്രമല്ല ഓത്തന്റിക്കേറ്റർ ആപ്പ് അല്ലെങ്കിൽ പാസ് കീ പോലുള്ള സ്ട്രോങ്ങർ ഓത്തന്റിക്കേഷൻ ഓപ്ഷൻസ് അവൈലബിൾ ആണെങ്കിൽ ഉപയോഗിക്കുക. അഞ്ചാമത്, നിങ്ങളുടെ ഫോൺ സഡൻലി നെറ്റ്വർക്ക് നഷ്ടപ്പെട്ടാൽ അതിനെ ഇഗ്നോർ ചെയ്യരുത്. കാരണം അൺഎക്സ്പെക്റ്റഡ് ലോസ് ഓഫ് സർവീസ് ക്യാൻ സംടൈംസ് ബി ആൻ ഏർലി വാർണിംഗ് സൈൻ. ഒരു ചെറിയ സിം കാർഡ് നമ്മുടെ കയ്യിൽ നോക്കുമ്പോൾ അതൊരു ചെറിയ പീസ് ഓഫ് പ്ലാസ്റ്റിക് മാത്രമാണ്. പക്ഷേ അതിന്റെ പിന്നിൽ ഒരു ഫോൺ നമ്പറുണ്ട്. ആ നമ്പറിന്റെ പിന്നിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നമ്മുടെ അക്കൗണ്ട്സ് ഉണ്ട്, നമ്മുടെ ഡിജിറ്റൽ ഐഡന്റിറ്റി ഉണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഫൈനാൻഷ്യൽ ലൈഫിന്റെ ഒരു ഭാഗം പോലും അതുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു കാര്യം ചെയ്യൂ. നിങ്ങളുടെ മൊബൈൽ പ്രൊവൈഡർ അക്കൗണ്ട് പരിശോധിക്കുക. സെക്യൂരിറ്റി പിൻ ഉണ്ടോ എന്ന് നോക്കുക. പോർട്ടിംഗ് പ്രൊട്ടക്ഷൻ അവൈലബിൾ ആണോ എന്ന് പരിശോധിക്കുക. പ്രധാനപ്പെട്ട അക്കൗണ്ട്സിൽ സ്ട്രോങ്ങർ ഓത്തന്റിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതിനേക്കാൾ പ്രധാനമായി നിങ്ങളുടെ ഫോൺ നമ്പറിനെ ഒരു സാധാരണ നമ്പറായി കാണുന്നത് നിർത്തുക. കാരണം യുവർ ഫോൺ നമ്പർ ഈസ് പാർട്ട് ഓഫ് യുവർ ഡിജിറ്റൽ ഐഡന്റിറ്റി. അത് സെക്യൂർ ചെയ്യുന്നത് നിങ്ങളുടെ ഡിജിറ്റൽ ലൈഫ് സെക്യൂർ ചെയ്യുന്നതിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരം സൈബർ സെക്യൂരിറ്റി അവയർനെസ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് ഓൺലൈൻ ബാങ്കിംഗ്, സോഷ്യൽ മീഡിയ, ഇമെയിൽ എന്നിവ എക്സ്റ്റെൻസീവ്ലി ഉപയോഗിക്കുന്നവർക്ക്. കാരണം ഒരു ചെറിയ സെക്യൂരിറ്റി മിസ്റ്റേക്ക് വലിയ പ്രശ്നമായി മാറാൻ കഴിയും. സ്റ്റേ അലേർട്ട്, സ്റ്റേ സെക്യൂർ ആൻഡ് പ്രൊട്ടക്ട് യുവർ ഡിജിറ്റൽ ഐഡന്റിറ്റി.